കുമ്പളങ്ങ കൊണ്ട് മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കുമ്പളങ്ങ ചെത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 3-4 പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട് അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ. ഇനി നമുക്ക് വെന്ത് വന്നിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് നമ്മളുടെ ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിള വരുമ്പോഴേക്ക് നമുക്ക് കട്ട കളഞ്ഞെടുത്ത നല്ല 2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് അടിച്ച് കട്ട കളഞ്ഞെടുക്കണം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഈ തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം നമ്മുടെ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് 2-3-4 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ മറക്കാണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്.